നമസ്കാരം. യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ഫുട്ബോൾ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി വിട്ടുവെന്ന് സൂചന. ഏകദേശം 700 കോടിക്ക് മുകളിൽ വില വരുന്ന സ്വകാര്യ വിമാനത്തിൽ അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പറന്നുവെന്നാണ് വിവരം. വിദേശ പൗരന്മാർ കൂട്ടത്തോടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പലായനം ചെയ്യുന്നതിനിടയിലാണ് റൊണാൾഡോയുടെ വിമാനം മാഡ്രിഡിലേക്ക് പറന്നതായിട്ടുള്ള വിവരങ്ങൾ ഓൺലൈനിലൂടെ പുറത്തു വന്നത്. റിയാദിലെ US എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് റൊണാൾഡോയുടെ ബോംബാർഡിയർ ഗ്ലോബൽ എക്സ്പ്രസ് വിമാനം സൗദി സമയം രാത്രി 8 മണിക്ക് യാത്ര തിരിച്ചത്. ഏകദേശം 7 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സ്പാനിഷ് സമയം പുലർച്ചെ 1 മണിയോടെ വിമാനം മാഡ്രിഡിൽ എത്തി. ഫ്ലൈറ്റ് ട്രാക്കറുകൾ അനുസരിച്ച് ഈജിപ്തിനും മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെയാണ് വിമാനം പറന്നത്. US-ഉം ഇസ്രയേലും ശനിയാഴ്ച ആരംഭിച്ച ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇറാൻ റിയാദിനെ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിലാണ് എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ബഹ്റൈനിലെ ഒരു കമാൻഡ് ആൻഡ് സ്റ്റാഫ് കെട്ടിടവും തകർത്തതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ അവകാശപ്പെട്ടിരുന്നു. നിലവിൽ സൗദി തലസ്ഥാനമായ റിയാദിൽ പങ്കാളി ജോർജിന റോഡ്രിഗസിനും 5 മക്കൾക്കൊപ്പം താമസിക്കുന്ന 41-കാരനായ റൊണാൾഡോയുടെ യാത്രയെ ഗൗരവത്തോടെയാണ് മാധ്യമങ്ങൾ നോക്കിക്കാണുന്നത്. സുരക്ഷാ ഭീഷണികൾ കാരണം രാജ്യങ്ങൾ വിടാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്കക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. ഈജിപ്തിന് കിഴക്കുള്ള എല്ലാവരോടും പ്രദേശം വിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. റിയാദിലേക്ക് പോയ നിരവധി വിമാനങ്ങൾ പാതി വഴിയിൽ തിരിച്ചു പോവുകയും ആയിരക്കണക്കിന് വിദേശ പൗരന്മാർ യുദ്ധമേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റൊണാൾഡോയുടെയും ഈ യാത്ര. 2015-ൽ 16 മില്യൺ പൗണ്ടിന് വാങ്ങിയ ഗൾഫ് സ്ട്രീം G200 വിമാനം 2024-ൽ അദ്ദേഹം വിറ്റിരുന്നു. അതിനുശേഷമാണ് ഏകദേശം 700 കോടി രൂപയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന പുത്തൻ ബോംബാർഡിയർ ഗ്ലോബൽ എക്സ്പ്രസ് വിമാനം അദ്ദേഹം സ്വന്തമാക്കിയത്. പൂർണ്ണമായും കറുപ്പ് നിറത്തിലുള്ള ഈ വിമാനത്തിൽ 15 യാത്രക്കാർക്ക് വരെ ഇരിക്കാൻ സൗകര്യമുണ്ട്. മേശകളും സോഫകളുള്ള സിറ്റിംഗ് ഏരിയ, ഡബിൾ ബെഡോട് കൂടിയ സ്വകാര്യ സ്യൂട്ട്, പ്രത്യേക ഷവർ ഏരിയ തുടങ്ങി നിരവധി സംവിധാനങ്ങൾ ഇതിനുള്ളിലുണ്ട്. വിമാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും റൊണാൾഡോയുടെ ലോഗോയും ഗോൾ അടിച്ച ശേഷം അദ്ദേഹം നടത്തുന്ന പ്രശസ്തമായ ആഹ്ലാദ പ്രകടനം ചിത്രീകരിക്കുന്ന സ്റ്റിക്കറുകളും പതിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പങ്കാളി ജോർജിന റോഡ്രിഗസ് മിലാനിലേക്ക് യാത്രയ്ക്ക് ഈ വിമാനം ഉപയോഗിച്ചത്. ആ യാത്രയുടെ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ 72 മില്യൺ ഫോളോവേഴ്സിനായി ജോർജിന പങ്കുവച്ചിരുന്നു. സൗദി പ്രോ ലീഗിൽ അൽ നസർ ക്ലബിൻ്റെ ഭാഗമായ റൊണാൾഡോ പ്രതിദിനം ഏകദേശം 5.3 കോടി രൂപ സമ്പാദിക്കുന്നുണ്ട്. റൊണാൾഡോ നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ്. കഴിഞ്ഞ ശനിയാഴ്ച അൽ ഫയയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ അൽ നസർ 3-1 വിജയിച്ചുവെങ്കിലും പരിക്കിനെ തുടർന്ന് റൊണാൾഡോയ്ക്ക് കളം വിടേണ്ടി വന്നിരുന്നു. ലോകഭാസനമായിരിക്കെ താരത്തിൻ്റെ പേശികൾക്കേറ്റ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന ആശങ്കയിലാണ് ആരാധകർ. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ അൽ നസറും അൽ വാസിലും തമ്മിൽ നടക്കേണ്ടിയിരുന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2 ക്വാർട്ടർ ഫൈനൽ മത്സരം മാറ്റിവെച്ചിരുന്നു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ നടക്കില്ലെന്ന് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മാർച്ച് 2-3 തീയതികളിൽ വെസ്റ്റ് റീജിയനിൽ നടക്കേണ്ടിയിരുന്ന AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് 2025-26 റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരങ്ങൾ പുനഃക്രമീകരിച്ചതായി AFC അറിയിക്കുന്നുവെന്നായിരുന്നു പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. കൂടാതെ മാർച്ച് 3-നും 4-നും ഇടയിൽ നടക്കേണ്ടിയിരുന്ന AFC ചാമ്പ്യൻസ് ലീഗ് 2, AFC ചാലഞ്ച് ലീഗ് ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരങ്ങളും അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചുവെന്നും എന്നാൽ ഈസ്റ്റ് റീജിയനിലെ ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന AFCയുടെ എല്ലാ മത്സരങ്ങളും നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്നും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും കളിക്കാർ, ടീമുകൾ, ഉദ്യോഗസ്ഥർ, ആരാധകർ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു.